കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. വരൂർ പഞ്ചായത്തിലെ തളി നടുവട്ടത്തുള്ള അറവുമാംസ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് UDF രംഗത്തെത്തി. പ്ലാന്റിന് അനുമതി നൽകിയ LDF പഞ്ചായത്ത് ഭരണസമിതിയും സ്ഥലം MLAയും ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് UDF നേതാക്കൾ ആരോപിച്ചു. നിരവധി പരാതികൾ ഞാൻ കഴിഞ്ഞ പഞ്ചായത്ത് ബോർഡുള്ള സമയത്ത് പഞ്ചായത്തിൽ കൊടുത്തിരുന്നതാണ്. ഞങ്ങളെല്ലാം വീട്ടിൽ വെച്ചുകൊണ്ട് അനധികൃതമായിട്ട് പഞ്ചായത്ത് ഈ സ്ഥാപനം അവിടെ നടത്തുന്നതിന് നിർലോഭമായ സഹായം രാഷ്ട്രീയമായിട്ടും മറ്റ് എല്ലാ രീതിയിലും അവർക്ക് വേണ്ട സഹായ സംരക്ഷണങ്ങൾ കൊടുത്തിട്ടാണ് ഈ പ്ലാന്റ് അവിടെ വന്നുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അവിടെ സ്ഥലം MLA അവിടെ വന്നു. ഞങ്ങൾ നിരവധി പരാതികൾ സ്ഥലം MLAക്ക് 2021 ശേഷം നിരവധി പരാതികൾ ഈ പ്ലാന്റുമായി ബന്ധപ്പെട്ട് 1000-1500 ആളുകൾ ഒപ്പിട്ടുള്ള പരാതികൾ നമ്മുടെ ബഹുമാനപ്പെട്ട ചേലക്കര MLAക്ക് കൊടുത്തിരുന്നു. അതൊന്നും അദ്ദേഹം നോക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഇപ്പോ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ ഭരണം മാറിയപ്പോൾ അദ്ദേഹം അവിടെ വന്നു. അവിടെ കുറച്ച് സഖാക്കളെ വിളിച്ചിരുത്തി അവിടെ ഈ പ്ലാന്റിനെതിരെ മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ അവർക്ക് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട് എന്നാണ് MLA പറയുന്നത്. അപ്പൊ ഞാൻ MLAയോട് ബഹുമാനപുരസ്സരം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷം ആയിട്ട് ഈ പ്ലാന്റിന്റെ പ്രവർത്തനം നടക്കുമ്പോൾ MLAക്ക് പരാതി നൽകിയിട്ടും കേരള നിയമസഭയില് ഒരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിക്കാനോ ഒരു ഉപക്ഷേപം ഉന്നയിക്കാനോ ഈ കാര്യത്തെക്കുറിച്ച് ജനങ്ങളുടെ വിഷയങ്ങളെ കുറിച്ച് പറ്റാത്തൊരു MLA പിണറായി വിജയനെ പേടിച്ചിട്ടാണോ അദ്ദേഹത്തിന്റെ അടുത്ത് പോകാൻ കഴിയില്ല. അപ്പൊ VD സതീശനോടൊപ്പം എല്ലാവർക്കും പോകാൻ പറ്റും. അതുകൊണ്ട് VD സതീശനടുത്ത് അദ്ദേഹം ഒരു നിവേദനം കൊടുത്തിട്ടുണ്ടെന്നാ പറയും. അപ്പോൾ ഞങ്ങള് UDFനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് ഈ പ്ലാന്റിന്റെ പ്രവർത്തനം അവിടെ സാധാരണക്കാരായിട്ടുള്ള ദുരിതമനുഭവിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവിടുന്ന് കൂട്ടപലായനം ചെയ്യാൻ വേണ്ടി കുറെ ആൾക്കാർ നിൽക്കുകയാണ്. ഇങ്ങനെ പ്രവർത്തനം ചെയ്തതിന്റെ പോക്കോളുണ്ട്. ഈ പോക്കോളിൽ വരുന്ന ഈ പുക ശ്വസിച്ചിട്ട് നിരവധി ആളുകൾക്ക് ഛർദി, അതുപോലെ തന്നെ മറ്റ് ശ്വാസതടസ്സം, മേലിച്ചുറിച്ചില് തുടങ്ങിയിട്ട് നിരവധി ആളുകളെ പല ആശുപത്രികളിലായിട്ട് പ്രവേശനമാണ്. ഈ വിവരങ്ങളൊക്കെ പഞ്ചായത്ത് ഭരണസമിതിക്ക് നമ്മൾ പറയും, പഞ്ചായത്ത് സമിതി അറിയിക്കുകയും ചെയ്തതാണ്. 2021 കഴിഞ്ഞ LDF പഞ്ചായത്ത് ഭരണസമിതിയാണ് ജനങ്ങളുടെ പ്രതിഷേധത്തെയും പ്രതിപക്ഷ മെമ്പർമാരുടെ എതിർപ്പിനെയും അവഗണിച്ച് അറവു മാലിന്യ സംസ്കരണ പ്ലാന്റിന് അനുമതി നൽകിയത്. പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചു. ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമായിരിക്കുകയാണ്. പ്ലാന്റ് പ്രവർത്തിക്കുമ്പോൾ അസഹനീയമായ ദുർഗന്ധമുയരുകയും ശ്വാസതടസ്സം, ചൊറിച്ചിൽ, ഛർദി ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നതായും പ്രദേശവാസികൾ പറയുന്നു. പരാതികൾ നൽകിയിട്ടും പ്രതിഷേധ സമരങ്ങൾ നടത്തിയിട്ടും പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനങ്ങളും ബന്ധപ്പെട്ട വകുപ്പുകളും പ്ലാന്റ് ഉടമയ്ക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. സ്ഥലം MLA ആയ UR പ്രദീപ് സ്ഥലം സന്ദർശിക്കുവാനോ പ്ലാന്റിനെതിരെ പ്രതികരിക്കുവാനോ നിയമസഭയിൽ വിഷയം ഉന്നയിക്കുവാനോ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഭരണം മാറിയപ്പോൾ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയെന്ന് MLA മാധ്യമങ്ങൾക്ക് വാർത്ത നൽകിയത് രാഷ്ട്രീയമായി ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. UDF നേതൃത്വം ആരോഗ്യമന്ത്രി K മുരളീധരനെ നേരിൽ കണ്ട് നിവേദനം നൽകിയിട്ടുണ്ടെന്നും അനുഭാവപൂർവമായ നടപടി സ്വീകരിക്കാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയതായും നേതാക്കൾ പറഞ്ഞു. ജനങ്ങളുടെ ദുരിതമായി മാറിയ അറവു മാലിന്യ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കുവാൻ പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകണമെന്നും തുടർ നടപടികളുടെ ഭാഗമായി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം നൽകുമെന്നും UDF നേതാക്കൾ അറിയിച്ചു. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ UDF വരവൂർ മണ്ഡലം ചെയർമാൻ M വീരചന്ദ്രൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് A മുസ്തഫ, പഞ്ചായത്ത് മെമ്പർമാരായ PV ബാപ്പുട്ടി, ബീവാത്തുക്കുട്ടി, സെറീന, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് TM അയൂബ്, PS രാജൻ, ബഷീർ പാറപ്പുറം എന്നിവർ പങ്കെടുത്തു. You are watching VCV News.